ഓരോ ദിവസവും അതായത് നാളെയാണ് നീറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച് മുന്നേറണം. എന്നാലേ ആ ലാസ്റ്റ് നീറ്റിൻ്റെ ദിവസം കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ മൈൻഡൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഹോസ്റ്റലിലാകുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ കിട്ടും. അതായത് നമ്മൾ നോക്കാൻ സാറുമാരുണ്ടാവും, വാർഡന്മാരുണ്ടാവും, കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നാലും എന്ത് നോക്കാനും വാർഡന്മാരുണ്ടോ ഇവിടെ. അത് ബെർലിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ വീട്ടിൽ പോകുമ്പോൾ ഈ ഫെസിലിറ്റീസൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മളെ വീടാണ്, കംഫർട്ട് സോണാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അങ്ങനെ പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ച് നീറ്റ് നാളെയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇതേ ഓണം അടുത്ത കൊല്ലം ഒരു MBBS സ്റ്റുഡൻ്റായിട്ട് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും. പറ്റില്ല എന്ന ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു തുടക്കം തൊട്ടേ. പക്ഷെ അത് പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്ന് എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ബെർലിൻ്റെ ടീമാണ്. കിട്ടില്ല എന്ന് ആലോചിച്ചൊരു ഡ്രീം നേടിത്തന്നതിന് എനിക്കൊരു പാർട്ട് തന്നത് ബെർലിൻ്റാണ്. നമുക്ക് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് മുതൽ ഇപ്പം എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയും ആ ഒരു കംപ്ലീറ്റ് ടൈമിങ് വരെ നമ്മളെ ഓരോ പ്രൊസീജിയേഴ്സും ഓരോ പോയിന്റിലും ബ്രില്യൻറ്റിന് കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് വന്നിട്ടുണ്ട്. അതായത് ശിവൻ സാർ ഇറങ്ങുന്ന ഒരു ടീം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ അധികമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല തോന്നുന്നു. ഹായ് ഓൾ, നീറ്റ് 2026 വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ. അപ്പോൾ തീർച്ചയായിട്ടും 2026 നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഏറ്റവും പ്രധാനമായും പോകുന്നൊരു ചിന്ത എന്ന് പറയുന്നത് നീറ്റ് 2026 ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു ചിന്തയിലൂടെ തന്നെ കടന്നു പോയിരുന്നൊരു വിദ്യാർത്ഥിയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്, ആദിത്യ. യെസ്, അപ്പോൾ ആദിത്യയെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദിത്യ ഒന്ന് പരിചയപ്പെടണ്ടേ. ആദിത്യ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ ആദിത്യ ദീപ്. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ അനിയനും ഉണ്ട്, പിന്നെ ഞാനും. അപ്പോൾ തീർച്ചയായിട്ടും ആദിത്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം നീറ്റ് 2025 അതികഠിനമായിരുന്നു. ആ ഒരു എക്സാമിൽ ഏറ്റവും അധികം വിജയം കരസ്ഥമാക്കി കേരളത്തിൽ നിന്നും MBBS അഡ്മിഷൻ നേടിയ 85% ഓഫ് സ്റ്റുഡൻസും ബെർലിനിൽ നിന്നാണ്. അതിലൊരാളാണ് ആദിത്യ. അപ്പോൾ ആദിത്യ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഓണം വെക്കേഷൻസ് ഒക്കെ വരികയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്നൊരു സംഭവം അതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ചില കുട്ടികളൊക്കെ നന്നായിട്ട് വീട്ടിലിരുന്ന് പഠിക്കണം, കാരണം തിരിച്ചു വരുമ്പോൾ മോഡൽ എക്സാമുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലവർ ചിന്തിക്കും വീട്ടിലൊക്കെ പോയി നമുക്കൊന്ന് എൻജോയ് ചെയ്യണം, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ്, ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം അല്ലേ. ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലേ. യെസ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സമയത്ത് ഈ ഒരു 10 days വെക്കേഷൻസ് ആണ് കുട്ടികൾക്കുള്ളത്. ആ ഒരു സമയത്തെയൊക്കെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം, ആൻഡ് ഫ്രം ദ ഫസ്റ്റ് ഡേ ടു ദ റിയൽ നീറ്റ് ആ ഒരു സമയത്ത് എങ്ങനെയായിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത്? അതായത് ചില ആൾക്കാരെങ്കിലും നീറ്റിനെ ഒരു മൗണ്ടൻ പോലെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതായത് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു മൗണ്ടൻ്റെ ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതായത് ചെറിയൊരു ഹൈറ്റായിരിക്കും. അപ്പം നമ്മൾ അടുത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായ ഹൈറ്റും അത് കയറി എത്താനുള്ള പാടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നീറ്റും ഏകദേശം അതേപോലെയാണ്. നമ്മൾ തുടക്കത്തിൽ അതായത് ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത്ര ദിവസത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും. ബട്ട് ഓരോ ദിവസവും അതായത് നാളെയാണ് നീറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ച് മുന്നേറണം. എന്നാലേ ആ ലാസ്റ്റ് നീറ്റിൻ്റെ ദിവസം കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ മൈൻഡൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കറക്റ്റായിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ബ്രില്യൻറ്റിലെ റിസോഴ്സസ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഓണമാണ് വരുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയി ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. എന്നാലും നീറ്റിന്റെ ആ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. യെസ്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇപ്പോൾ ഓണാഘോഷമൊക്കെ വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് 10 days ലീവ് ഉണ്ട്. ആ ഒരു സമയത്ത് കുട്ടികളൊക്കെ വീട്ടിൽ പോയിട്ട് ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് കറങ്ങാം, പേരൻസും ഒക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറയാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ടാവും. എല്ലാവരും അല്ല, നമ്മുടെ കുട്ടികളൊക്കെ നല്ല മിടുക്കരാണ്. അപ്പോൾ ഞാൻ ആദ്യത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും ആ ഒരു സമയത്തെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ഈ ഓണാഘോഷമൊക്കെ എങ്ങനെ, ഒരു നീറ്റ് ആസ്പിരന്റ് എങ്ങനെയായിരിക്കണം ഓണാഘോഷം സ്പെൻഡ് ചെയ്യുന്നത്? ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചില കുട്ടികളെങ്കിലും ഇത്രയും കാലത്തെ സ്ട്രെസ് മാറ്റി വെക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി, അങ്ങനത്തെ കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട് കുറച്ച് കുട്ടികൾ. ഇപ്പോൾ എൻ്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓണത്തിന് കറക്റ്റായി വീട്ടിൽ പോയിട്ടുണ്ട്. എന്നാലും അവിടെ ഓരോ നിമിഷം ഞാൻ സ്പെൻഡ് ചെയ്യുമ്പം നാളെ നീറ്റാണ് എന്നൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്റ്റലിൽ എങ്ങനെയാണോ ഞാൻ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ വീട്ടിലും ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഹോസ്റ്റലിലാവുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ കിട്ടും. അതായത് നമ്മൾ നോക്കാൻ സാറുമാരുണ്ടാവും, വാർഡന്മാരുണ്ടാവും, കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നാലും എന്ത് നോക്കാനും വാർഡന്മാരുണ്ടാവും ഇവിടെ. അത് ബ്രില്യൻറ്റിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ വീട്ടിൽ പോകുമ്പോൾ ഈ ഫെസിലിറ്റീസൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മളെ വീടാണ്, കംഫർട്ട് സോണാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം, അങ്ങനെ പല ചിന്തകൾ നമ്മളെ മനസ്സിൽ വരും. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ച് നീറ്റ് നാളെയാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേ ഓണം അടുത്ത കൊല്ലം ഒരു MBBS സ്റ്റുഡൻ്റായിട്ട് നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു എഫക്റ്റ് കിട്ടും മൈൻഡിലും അതിൻ്റെ ആയാലും. ഇപ്പം നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കാമെന്നൊക്കെ തോന്നും, ബട്ട് നാളെ നീറ്റാണെന്നുള്ളൊരു ചിന്തയോടെ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ MBBS കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരല്പം ടെൻഷനോടുകൂടി ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ നല്ലത്, അല്ലെങ്കിൽ എന്ത് ഇവന്റ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നല്ലത്, ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അതിന്റെ ഒരു ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ വേറെ തന്നെയാണ്. ഇപ്പോൾ ഒരു ബ്രില്യൻറ്റിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു ഒരു ലൈഫ് ഉണ്ടല്ലോ, അതായത് ബ്രില്യൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ആദിത്യമുണ്ട്, ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷമുള്ള ഒരു ആദിത്യമുണ്ട്, ബ്രില്യൻറ്റ് വന്നതിന് ശേഷം ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്ടർ ആദിത്യ വരാൻ പോകുന്നുണ്ട് അല്ലേ. ഒരു 3 വേ ഓഫ് ലൈഫിൽ പോയ ഓരോ സമയങ്ങളുണ്ട്. അതെ, അപ്പോൾ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, പറയാം. ബ്രില്യൻറ്റ് ആദ്യമായി ബ്രില്യൻറ്റ് എന്ന് കേൾക്കുമ്പോൾ കംപ്ലീറ്റ് മനസ്സിലൊരു ടെൻഷനായിരുന്നു. അതായത് ഇവിടെ വന്ന് എന്താവും, എനിക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ. അതായത് ബ്രില്യൻറ്റ് എന്ന വാക്ക് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ മുന്നേ കംപ്ലീറ്റ് ഒരു മനസ്സിലൊരു ടെൻഷനായിരുന്നു, എന്താവും എങ്ങനെയാവും. ബട്ട് ഇവിടെ വന്നതിന് ശേഷം, ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഇതിനോട് അഡാപ്റ്റായി. അതായത് ഓരോ വീക്കിലും ഓരോ എക്സാംസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരാഴ്ച പഠിച്ച കറക്റ്റായിട്ട് ആ എക്സാംസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും സ്റ്റോർ ആവും. അത് ലാസ്റ്റ് എക്സാമിന് നമുക്ക് എന്തുകൊണ്ടും ഉപയോഗം വരും. അതുപോലെ ഇവിടുത്തെ മോഡൽ എക്സാംസ് എന്തുകൊണ്ട് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത സംഭവങ്ങളാണ് ഇതൊക്കെ, ഇവിടുത്തെ റിസോഴ്സസും ഒക്കെ. അതേപോലെ തന്നെ മെൻറ്റേഴ്സിനെ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അതായത് നമുക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് വരുവാണെങ്കിൽ തന്നെ അവർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്ന്, ഇപ്പം പഠിക്കുന്നിടയ്ക്ക് നമുക്ക് സ്ട്രെസ്സ് വന്ന് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പോകണമെന്നുള്ള തോട്ട് വന്ന്, ഇങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് മെൻറ്ററിനോട് ഡയറക്റ്റായി പോയി സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെയും നമ്മളെ ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരും. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ലൈഫ് ബ്രില്യൻറ്റിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത്, ഹോസ്റ്റൽ ലൈഫായാലും ഒക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയായിരിക്കും, അവിടെ ഹെൽപ്പ് ചെയ്യാൻ വാർഡൻസും ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മെൻറ്റർ എങ്ങനെയാണോ അതേപോലെ തന്നെ ഹോസ്റ്റലിൽ വാർഡനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്നെ കുറേ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബ്രില്യൻറ്റ്. അതായത് കിട്ടില്ല എന്ന് ആലോചിച്ചൊരു ഡ്രീം നേടിത്തന്നതിന് എനിക്കൊരു പാർട്ട് തന്നത് ബ്രില്യൻ്റാണ്. അപ്പോൾ അതിനോട് എനിക്ക് വളരെയധികം താങ്ക്സ് പറയാനുണ്ട് ബ്രില്യൻറ്റിനോട്, ബ്രില്യൻ്റെ ഫാമിലിയോടും എല്ലാവരോടും, ടീച്ചേഴ്സിനോടും മെൻറ്റേഴ്സിനോടും എൻ്റെ വാർഡൻസിനോടും എല്ലാവരോടും. ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഒരു പക്ഷേ അറിയാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു രീതി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പഠിക്കുന്ന രീതിയല്ല എല്ലാവരുടെയും അല്ലെ, വ്യത്യസ്തമായി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ എങ്കിലും കോമൺ ആയിട്ട് കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ആദിത്യയുടെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മൾ ഒരിക്കലും നമ്മളെ റൂംമേറ്റോ അതോ ഫ്രണ്ട്സിനോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പം ഒരാൾക്ക് ഒരു സബ്ജക്റ്റ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മറ്റേ ആൾക്ക് അത് എളുപ്പമായിരിക്കും. ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയാം. എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. എത്ര പഠിച്ചാലും ഒന്നും തലയിൽ കയറില്ല എന്ന് തോന്നിയൊരു സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. കോൺഫിഡൻസ് ലോവസ്റ്റ് ആയിരുന്നു എനിക്ക് ഫിസിക്സിൽ. എനിക്ക് ടൈമിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇക്വേഷൻസ് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ടായിരുന്നു ഫിസിക്സിൽ. ഞാൻ എൻ്റെ ടെക്നിക്ക് പറയാം. ഞാൻ യൂസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ ചാപ്റ്റർ ബ്രില്യൻറ്റിൽ എടുത്ത് കഴിയുമ്പോൾ ഞാനതിൻ്റെ ഷോർട്ട് നോട്ട് പോലെ ഒരു ഇക്വേഷൻ നോട്ട് ശരിയാക്കി വെക്കും. ഈ ഇക്വേഷൻ നോട്ടിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് സമയം അതായത് മോഡൽ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസോഴ്സാണ് ഈ ഇക്വേഷൻ ബുക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ടൈം ലിമിറ്റ് വെച്ച്, ഇപ്പോൾ നീറ്റിനാണെങ്കിൽ 45 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് 45 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തീർക്കാൻ ശ്രമിക്കും. അതായത് എൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഞാൻ എത്രത്തോളം, അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിൽ കുറേ ആൾക്ക് ഈ
ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും പാടായിട്ട് തോന്നുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാളും നല്ല ബൈഹാർട്ടാക്കി പഠിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. അതായത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഒന്ന് എഴുതി പഠിക്കാൻ ശ്രമിച്ചാൽ അത്രയും നന്നായിട്ട് നമ്മുടെ തലയിൽ നിൽക്കും. എനിക്ക് അത് വർക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സും ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി നല്ലോണം വർക്കാവും. ഇപ്പം ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ NCERT ആണ് എല്ലാം. NCERT എത്രത്തോളം നിങ്ങൾ, അതായത് എത്ര തവണ നിങ്ങൾ കൂടുതൽ വായിക്കുന്നുവോ അത്രയും നിങ്ങളുടെ തലയിൽ ആ സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അത്രയും നമുക്ക് എക്സാമിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനും ഇതേപോലെ തന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ബയോളജി ടെക്സ്റ്റിൽ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ചെറിയ ചെറിയ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അത് സമ്മറൈസ് ചെയ്തിട്ട് ഒരു ചെറിയ നോട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ എഴുതി വെക്കും. അപ്പോൾ എനിക്ക് അവസാന നിമിഷത്തിൽ എനിക്ക് റിവൈസ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതാണ് ഞാൻ ഈ 3 സബ്ജക്റ്റിൽ മെയിനായിട്ട് ചെയ്ത കാര്യങ്ങൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ റെഫറൻസ് ഫെസിലിറ്റിയും ഉണ്ട്. അവിടെ പോയിട്ട് എനിക്കെന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം പണ്ട് തൊട്ട് അങ്ങനെ ശീലിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി എനിക്ക് റെഫറൻസ് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പഠിക്കുമ്പം ഒരു ഏകാഗ്രതയും അതേപോലെ എനിക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാനും പറ്റുമായിരുന്നു. കറക്റ്റായിട്ട് റെഫറൻസ് ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഫൈനൽ എക്സാം അത്രത്തോളം നമുക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കും. കറക്റ്റായിട്ട് ഇവിടെ തന്നെ ഫെസിലിറ്റീസൊക്കെ കറക്റ്റായി ഉപയോഗിച്ചാൽ, ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും റിസോഴ്സസ് ആയാലും എല്ലാം. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ഇവിടെ പ്രൊഫസേഴ്സ് ഉണ്ട്. പ്രൊഫസേഴ്സ് റൂമിൽ പോയാലും നമുക്ക് എന്ത് ഡൗട്ടും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ. ചില കുട്ടികളെങ്കിലും പ്രൊഫസേഴ്സ് റൂമിൽ പോയി നമ്മൾ ഇപ്പോൾ ഒരു ഡൗട്ട് അവിടെ ചോദിച്ചാൽ പ്രൊഫസർ നമുക്കിത് അറിയില്ല എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വെച്ച് ചോദിക്കാത്ത ആൾക്കാരുണ്ട്, മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല. പ്രൊഫസേഴ്സിന് എല്ലാവരും ഒരേപോലെയാണ്. എന്ത് ഡൗട്ട് വന്നാലും കറക്റ്റായിട്ട് ഇപ്പോൾ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എത്ര വലിയ ടോപ്പിക്കാണെങ്കിലും കറക്റ്റായിട്ട് ഒരു ഡൗട്ടും കൂടാതെ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരും. ഇപ്പൊ ആദിത്യ സംസാരിക്കുമ്പോൾ തന്നെ ആദിത്യ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം ആദിത്യ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്, കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുന്ന രീതിയിലാണ്. അതായത് ആദിത്യ തന്നെ പ്ലേസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറയാം. അപ്പൊ ആദിത്യനെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആദിത്യക്ക് ഇപ്പോൾ വന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നീറ്റ് നേടിയ ഒരു കോൺഫിഡൻസ്, MBBS സീറ്റ് നേടാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് അല്ലേ, ആ ഒരു ഹാപ്പിനെസിനെ കുറിച്ചൊക്കെ പറയാം വിത്ത് ദാറ്റ് ടെൻഷൻ പീരീഡ്. അതായത് ഇതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുള്ള ഒരു കാറ്റഗറിയാണ്. പുറത്തെ ടെൻഷൻ കാണില്ലെങ്കിലും ഈ എക്സാമൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേകതരം ടെൻഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. അപ്പം അത്രയും ടെൻഷനിലൂടെ കടന്നു പോയ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ വീട്ടിലും. അച്ഛനാണ് എന്നെക്കാളും കൂടുതൽ ടെൻഷൻ, എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറാക്കണം. അതായത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു MBBS സീറ്റ് കിട്ടണം എന്നുള്ളത്. ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ പറയും, അച്ഛനെ നിർബന്ധിച്ചിട്ടല്ല, അച്ഛൻ ഏത് കോഴ്സായാലും പോയാൽ മതി, എനിക്കിഷ്ടമുള്ള പോലെ പോയാൽ മതി പറയും. എന്നാലും എനിക്ക് ഈ MBBS വേണമെന്നുള്ളതുകൊണ്ടാണ് അച്ഛനും അതിൻ്റെ ബാക്കിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ആ ടൈമിലെ ടെൻഷനും ഒക്കെ അച്ഛനോട് ഷെയർ ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ പഠിക്കുന്ന കാര്യമാണെങ്കിലൊക്കെ. അതായത് പറഞ്ഞ പോലെ തന്നെ അച്ഛനായിരുന്നു എന്നെക്കാളും കൂടുതൽ ടെൻഷൻ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഏറ്റവും ഹാപ്പി അച്ഛനായിരിക്കും. എനിക്ക് ഒരു സീറ്റ് കിട്ടിയെന്ന് അറിഞ്ഞതുകൊണ്ട് അച്ഛനായിരിക്കും. അച്ഛൻ്റെ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അമ്മയ്ക്കും. അമ്മ ടെൻഷൻ പുറത്ത് കാണിക്കില്ലെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷൻ വെച്ചുകൊണ്ടാണ് അമ്മ നടക്കാറ്. അതെന്നോടധികം പറയാറില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പം രണ്ടുപേരും ഹാപ്പിയാണ്. രണ്ടുപേരും ഒരു സ്ട്രെസ് കംപ്ലീറ്റ് ആയിട്ട് പോയി ഒന്ന് റിലാക്സേഷൻ പീരീഡിലേക്ക് വന്നല്ലേ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് വീട്ടിൽ അവരെ കാണുമ്പോൾ, അവർ സന്തോഷമൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതിന്റെ പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അവർ രണ്ടുപേരുടെ പേരൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടു, അവർക്ക് വലിയ സന്തോഷം. അച്ഛൻ്റെ പേര് ഹനീഷാണ്, അച്ഛന് ഡോക്ടറാണ്. അവിടെ തന്നെ വീട്ടിൻ്റെ അടുത്ത് കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മയുടെ പേര് രേഖയാണ്. അമ്മ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെ, മോഡൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അനിയനുണ്ട്, അനിയൻ്റെ പേര് ആരുഷ്ദീപ് എന്നാണ്. അവന് 8th സ്റ്റാൻഡേർഡിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഡോക്ടറായിരുന്നു, മകൻ ഡോക്ടർ പാതയിലേക്ക് തന്നെ ചോദിക്കാൻ പോകുന്നു. അപ്പൊ ആദിത്യ, ഇപ്പൊ ശരിക്കും MBBS സീറ്റ് ഒക്കെ കിട്ടി അല്ലേ? കിട്ടി. എന്നാലും ഒരു സീറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എന്നാലും അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഒരു അപ്ഗ്രേഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ശിവൻ സാറിന്റെ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് ഡയറക്ഷൻ ഒക്കെ തരുന്നുണ്ട്. അത് എല്ലാ ദിവസവും കാണാം. അത് സത്യം പറയാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. എന്നെക്കാളും കൂടുതൽ അച്ഛനും എപ്പോഴും കാണും. ശിവൻ സാറോട് ഫാനായ പോലെയാണ്. പറയുന്ന രീതിയായാലും കറക്റ്റായിട്ട് ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ സാറ് പറഞ്ഞു തരുന്നത്. അപ്പം ഓരോ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട്.
അതിന് കുറേ ഇൻഫർമേഷൻസും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ ബെർലിനിലേക്ക് എത്തുന്നു. ആ എത്തിയതിനു ശേഷം ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം അതായത് നിങ്ങളെ ഒരു എൻട്രൻസ് പരിശീലിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വരെയുള്ള ബെർലിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് അല്ല. ഇപ്പോൾ പറഞ്ഞു ശിവൻ സാറിന്റെ വീഡിയോ ഒക്കെ എന്നും തന്നെ കാണാറുണ്ട്. ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റത്തെ കുറിച്ച് പറയാമോ? കാരണം ഇന്ന് ആദ്യത്തേക്ക് തിരിച്ച് ഇവിടേക്ക് വരാൻ തോന്നിയ ഒരു വികാരമുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ബെർലിനോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് പറ്റില്ല 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 എന്ന ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു തുടക്കം തൊട്ടേ. പക്ഷെ അത് പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്ന് എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ബെർലിൻ്റെ ടീമാണ്. അപ്പം എനിക്ക് പറ്റില്ല തോന്നിയൊരു കാര്യം എന്നെക്കൊണ്ട്, അതായത് എനിക്ക് സാധിക്കാൻ പറ്റിയെങ്കിൽ അതിൻ്റെ വലിയൊരു പാർട്ട് ബെർലിൻ്റെ തന്നെയാണ്. അപ്പം എനിക്ക് എല്ലാവരെയും കണ്ട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അതേപോലെ എനിക്ക് എടുത്തു പറയാനൊരു കാര്യം കൂടെ ഉണ്ട്, ബെർലിനെ പറ്റിയുള്ള കാര്യമാണ്. അതായത് നമുക്ക് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് മുതൽ ഇപ്പം എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയും ആ ഒരു കംപ്ലീറ്റ് ടൈമിങ് വരെ നമ്മളെ ഓരോ പ്രൊസീജിയേഴ്സും ഓരോ പോയിന്റിലും ബ്രില്യൻറ്റിന് കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് വന്നിട്ടുണ്ട്. അതായത് ശിവൻ സാർ അടങ്ങുന്ന ഒരു ടീം തന്നെയുണ്ട്. നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഓരോ സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയ, ഇപ്പം കുട്ടികളാണ്, ഇപ്പോൾ പാരൻസ് അധികം യൂട്യൂബാണ് കാണാറ്. ഇപ്പം നമ്മുടെ ജനറേഷനിലെ കുട്ടികൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിലൂടെ തന്നെയാണെങ്കിലും കറക്റ്റായിട്ടൊരു ഫോളോ അപ്പും എന്താണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ബ്രില്യൻറ്റ് ഓരോ പോയിന്റിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ അധികമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല തോന്നുന്നു. അത് നീറ്റ് കഴിഞ്ഞ് കിട്ടിയോ കിട്ടിയില്ലയോ അവിടെ കഴിഞ്ഞു തോന്നുന്നു. പക്ഷെ ബ്രില്യൻറ്റ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സംഭവത്തിൽ. അതായത് ഫോളോ അപ്പ് തരുന്നതിലും ഒക്കെ ലൈക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബ്രില്യൻറ്റിൽ പഠിച്ചതും എനിക്ക് സീറ്റ് കിട്ടിയതും ഒക്കെ ഞാൻ ബ്രില്യൻറ്റിനോട് വളരെയധികം താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദിത്യയുടെ ജീവിതത്തിൽ വിവരണാതീതമായ സ്ഥാനമുണ്ട് ബ്രില്യൻറ്റിന് അല്ലെ. അതുപോലെ ബ്രില്യൻറ്റിന്റെ ഒരു സക്സസ് ജേർണിയിലും ആദിത്യയെ പോലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വിവരണാതീതമായ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോൾ ആദിത്യയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആദിത്യയുടെ ഒരു ബ്രില്യൻറ്റിയൻ ആയിട്ടുള്ളൊരു കാലഘട്ടം എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് എങ്ങനെ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കി, അതികഠിനമായ നീറ്റ് എക്സാമിനും ആദിത്യ എങ്ങനെ പഠിച്ചു, ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പങ്കുവെച്ചു. ഒപ്പം ഇനി നമ്മുടെ മുമ്പിൽ വരുന്നത് ഓണാഘോഷമാണ് അല്ലേ. അപ്പം ഈ ഒരു ഓണം നമുക്കൊരു ആഘോഷമല്ല, ഈ ഒരു ഓണം നമ്മൾ ആഘോഷമാക്കേണ്ടത് 2026 നീറ്റിനെ അതിജീവിച്ചതിന് ശേഷം തന്നെയായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും 2026 ഉയർന്ന വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും വേണ്ടി. Brilliant Study Center, India's #1 coaching center for NEET and JEE.